നമസ്കാരം. അതിർത്തികളിലെ ആയുധശേഷി വർദ്ധിപ്പിക്കൽ നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ട്രയൽ ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ സർവ്വസന്നാഹവും അതിർത്തിയിൽ എത്തിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ സൈന്യം ട്രയൽ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് 2025 ഡിസംബർ 16 ഒരു സൈനിക പ്രത്യേക ട്രെയിൻ വഴി ടാങ്കുകളും പീരങ്കി തോക്കുകളും കശ്മീർ താഴ്വരയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഒരു പ്രധാന ലോജിസ്റ്റിക് നാഴികക്കല്ല് പിന്നിട്ടുവെന്നും സാധൂകരണ പരിശീലനത്തിൻ്റെ ഭാഗമായി ടാങ്കുകൾ, പീരങ്കി തോക്കുകൾ, ഡോസറുകൾ എന്നിവ ജമ്മു മേഖലയിൽ നിന്ന് കശ്മീരിലെ അനന്ത്നാഗിലേക്ക് വിജയകരമായി മാറ്റിയെന്നും മെച്ചപ്പെട്ട ചലനശേഷിയും ലോജിസ്റ്റിക്കൽ ശേഷിയും പ്രകടമാക്കി എന്നുമാണ്. ഇന്ത്യൻ റെയിൽവേയുമായി നടത്തിയ ഏകോപനത്തിലാണ് ഈ നാഴികക്കല്ല് നേടിയത്. വടക്കൻ അതിർത്തികളിൽ ദ്രുതഗതിയിലുള്ള ലോജിസ്റ്റിക് ബിൽഡപ്പ് പ്രാപ്തമാക്കുന്നതിലും പ്രവർത്തന സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിലും ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ സ്വാധീനം അടിവരയിടുന്നുണ്ട് എന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഏതായാലും ഒരു യുദ്ധം മുന്നിൽ കണ്ടുള്ള സർവ്വ തയ്യാറെടുപ്പുകളും നടത്തുകയാണെന്ന് തോന്നുന്നു നമ്മുടെ സൈന്യം. ആയുധങ്ങൾ വേഗത്തിൽ അതിർത്തികളിൽ എത്തിക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചൈനീസ് അതിർത്തികളിലടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് മുൻതൂക്കമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.